ക്ഷയരോഗ ചികിത്സയ്ക്ക് ഫലപ്രദമായ ജ്യൂസ് ഏത്? പൈനാപ്പിൾ, മാംഗോ, അനാർ, മുസാമ്പി. ഉത്തരം പൈനാപ്പിൾ. പൈനാപ്പിൾ ജ്യൂസ് തൊണ്ടയെ ശമിപ്പിക്കുകയും മ്യൂക്കസ് അലിയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത് ക്ഷയരോഗ ചികിത്സയുടെ കൂടെ റെക്കമെൻഡ് ചെയ്യുന്നു. റെഫ്രിജറേറ്ററുകളിലും AC-കളിലും ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ, ഫ്രിയോൺ, ഫ്ലൂറിൻ, നൈട്രജൻ. ഉത്തരം ഫ്രിയോൺ. റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷണറുകളിലും ഉപയോഗിക്കുന്ന ഫ്രിയോൺ ഒരു താഴ്ന്ന വിഷ ഗ്യാസോലിൻ ആണ്. ഇത് എയറോസോൾ പ്രൊപ്പലൻ്റായും ഉപയോഗിക്കുന്നു. ബുദ്ധൻ തൻ്റെ അവസാന പ്രഭാഷണം നടത്തിയ സ്ഥലമേത്? സാരാനാഥ്, വൈശാലി, കുശിനഗർ, സാഞ്ചി. ഉത്തരം കുശിനഗർ. ഉത്തർപ്രദേശിലെ കുശിനഗർ ജില്ലയിൽ വെച്ചാണ് ബുദ്ധൻ തൻ്റെ അവസാന പ്രഭാഷണം നടത്തിയത്. അന്നു മുതൽ കുശിനഗർ ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായി മാറി. ചപ്പാത്തിയിൽ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് ഏത് രോഗത്തെ തടയും? ഹൃദ്രോഗം, വൃക്കരോഗം, കരൾ രോഗം, മൈഗ്രെയിൻ. ഉത്തരം ഹൃദ്രോഗം. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇത് ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ഏത് മൃഗത്തിൻ്റെ പാലാണ് ഡെങ്കിപ്പനി സുഖപ്പെടുത്തുന്നത്? പശു, ആട്, ഒട്ടകം, എരുമ. ഉത്തരം ഒട്ടകം. ഡെങ്കിപ്പനി സമയത്ത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം നിലനിർത്താൻ സഹായിക്കുന്ന സെലിനിയം ഇതിൽ ധാരാളമുണ്ട്. കൂടാതെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ വൈറ്റമിനുകളും ധാതുക്കളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊതുക് വരുന്നത് അകറ്റുന്ന ചെടി ഏത്? മുല്ല, കായാമ്പൂ, സിട്രോനെല്ല, ദേവദാരു. ഉത്തരം സിട്രോനെല്ല. പുല്ലിൻ്റെ രൂപത്തിൽ വളരുന്ന ഈ ചെടിക്ക് 5 മുതൽ 6 അടി വരെ ഉയരമുണ്ട്. ഇത് നിലത്ത് നടാം, അല്ലെങ്കിൽ വലിയ ചട്ടികളിലും സൂക്ഷിക്കാം. കൊതുക് അകറ്റുന്ന ഈ പ്ലാന്റ് സിഡ്രോസൻ ചെടികൾ എന്നും അറിയപ്പെടുന്നു. വഴിപാടായി മഞ്ച് ചോക്ലേറ്റ് കൊടുക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, കർണാടക, മണിപ്പൂർ. ഉത്തരം കേരളം. ബാലമുരുകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുട്ടിമുരുകൻ നെസ്ലയുടെ മഞ്ച് ചോക്ലേറ്റുകളോട് അത്യധികം പ്രിയങ്കരനാണ്. അതിനാൽ മഞ്ജുമുരുകൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആലപ്പുഴയിലെ ചെമ്മോത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നാഥനാണ് ഈ ബാലമുരുകൻ. മുടികൊഴിച്ചിൽ കുറയ്ക്കുന്ന പഴമേത്? പപ്പായ, മുന്തിരി, ലിച്ചി, റംബുട്ടാൻ. ഉത്തരം പപ്പായ. പപ്പായയിൽ വിറ്റാമിൻ A, C എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടികൊഴിച്ചിൽ കുറയ്ക്കാനും വേരുകളിൽ നിന്ന് മുടി ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ നിർമ്മിച്ചത് എവിടെ? ബാംഗ്ലൂർ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി. ഉത്തരം മുംബൈ. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ഡിഫ്രാങ്ക്. ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം ഏത്? സെർബിയ, എർത്രിയ, ദക്ഷിണ സുഡാൻ, കസോവോ. ഉത്തരം ദക്ഷിണ സുഡാൻ. ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യം ദക്ഷിണ സുഡാനാണ്. 2011 ജൂലൈ 9 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാൻ ലോകത്തിലെ ഏറ്റവും പുതിയ അന്താരാഷ്ട്ര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം.